ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ വീട് കണ്ട് കണ്ണ് തള്ളി ഞെട്ടാൻ തയ്യാറായിരുന്നോ? അങ്ങനത്തെ ഒരു അടാറ് വീടാണ് മക്കളെ. ഇതുവരെ നമ്മൾ തമിഴിലെന്നും കണ്ടതുപോലെയല്ല, വലിയ സെറ്റാണ്. വലിയ സെറ്റില് മൊത്തം പച്ചപ്പില് കിളികളും പൂക്കളും മരങ്ങളും പിന്നെ എന്താ ചിത്രശലഭങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു വീട്. വീടിന്റെ ഫുൾ ഡീറ്റെയിൽ ആണ് ഞാൻ പറയാൻ പോകുന്നത്. വീട് എന്താണ് ശരിക്കും ഭയങ്കര സന്തോഷം. കാരണം നമ്മുടെ ഹിന്ദി ബിഗ് ബോസ് ഒക്കെ കാണും പോലത്തെ ഒരു ഫീല് വീണ്ടും മലയാളം സീസൺ 4ന് ശേഷം നമുക്ക് കിട്ടിയിട്ടേ ഇല്ല. അതേ ഫീലായിരിക്കും. എന്തായാലും നിങ്ങളുടെ കണ്ണ് തള്ളും. ആ ലെവലാണ് വരാനിരിക്കുന്ന വീട്. വീടിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്, ഓരോ സംഭവങ്ങളും എങ്ങനെ ഉണ്ട്, നമ്മുടെ സ്വർഗവും നരകവും ഇവിടെ പോയി, സ്വർഗവും നരകവും ഇല്ലേ, അപ്പോ അതിനെക്കുറിച്ചും പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പൊ നമുക്ക് വീടിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. മൊത്തം കാടും പടലമാണ് കേട്ടോ, പച്ചപ്പ് നിറഞ്ഞ വീടാണ്. നമ്മുടെ സ്വിമ്മിംഗ് പൂള് ഇല്ല, അതാണ് ഫസ്റ്റ് പറയാനുള്ള കാര്യം. നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഇല്ല, പക്ഷെ ഗാർഡൻ ഏരിയ ഭയങ്കര അളവുക്ക് വലുതാണ്. അത്ര വലുതാണ് ഗാർഡൻ ഏരിയ. എനിക്ക് തോന്നുന്നു ഹിന്ദി ബിഗ് ബോസ് പോലെയൊക്കെ നല്ല വലുതായിരിക്കും. എന്തായാലും തമിഴിനെക്കാളും വലുതായിരിക്കും, നമ്മുടെ കഴിഞ്ഞ വർഷത്തെക്കാളും വലുതായിരിക്കും. വലിയൊരു ഗാർഡൻ ഏരിയ ആണ്. പിന്നെ 3 നീളമുള്ള തവിട്ട് നിറം ഉണ്ടല്ലോ, തവിട്ട് നിറത്തിലുള്ള മാവിന്റെ ഇല പോലെയുള്ള രീതിയിലാണ് നമ്മുടെ സ്മോക്കിംഗ് റൂം ചെയ്തിരിക്കുന്നത്. മാവിന്റെ ഇല, അത് ഉണങ്ങി, തവിട്ട് നിറം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണങ്ങിയിരിക്കുന്ന മാവില ഇല്ലേ, ആ ലെവലാണ്. എനിക്ക് തോന്നുന്നു സ്മോക്കിംഗ് റൂം നിങ്ങൾ വെറുതെ വലിച്ച് നിങ്ങളുടെ ഹൃദയം ഇതുപോലെ ഉണങ്ങിയതുപോലെ ആവുമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഉണങ്ങിയ ഇല അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിന്റെ അവിടെയായിട്ട് ഒരു കറുത്ത സിലിണ്ടർ പെട്ടി അതിന്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുന്നുമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, ആ സാധനം സൂചിപ്പിക്കാനായിട്ടായിരിക്കാം. മാവിന്റെ ഇല പോലെയാണ് നമുക്കത് കാണുമ്പോൾ തോന്നുന്നത്, പക്ഷെ ഉണങ്ങി നിൽക്കുകയാണ് മാവിന്റെ ഇല. ഇനി അടുത്ത് നമ്മുടെ ഡൈനിങ് ടേബിൾ, വലിയ വട്ടത്തിനുള്ള ഡൈനിങ് ടേബിൾ ആണ് ഇത്തവണ ഉള്ളത്. ഡൈനിങ് ഏരിയയും അതുപോലെ തന്നെ ഭയങ്കര വലിയ ബെഡ്റൂമാണ്. ഇനി ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. മേക്കപ്പ് റൂം, സ്പെഷ്യലായിട്ട് പുതിയതായിട്ട് മേക്കപ്പ് റൂം, ലക്ഷറി ഐറ്റം ആണ്. മേക്കപ്പ് റൂം വന്നിരിക്കുന്നു. മേക്കപ്പ് റൂം എന്തുകൊണ്ടാണ് കൊണ്ടുവന്നത് എനിക്കൊരു പിടി കിട്ടുന്നില്ല, പക്ഷെ മേക്കപ്പ് റൂം ഉണ്ട്. ഇനി അടുത്തും വീടിന്റെ ചുറ്റും പാരറ്റ് ഇല്ലേ, നമ്മുടെ തത്തകളുടെ വ്യത്യസ്തമായിട്ടുള്ള പെയിന്റിങ്ങുകൾ ഉണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. തത്തയുടെ വ്യത്യസ്ത രീതിയിലുള്ള പെയിന്റിങ്ങുകൾ, അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങളുടേതും പിന്നെ അങ്ങനെയൊക്കെ കാണാം. മൃഗങ്ങള്, വിളക്കിന്റെ കാര്യം എനിക്ക് ഓർമ്മയില്ല, എനിക്കറിയില്ല. മൃഗങ്ങളെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ബെഡ്റൂമിനകത്ത് 6 സിംഗിൾ ബെഡും 6 ഡബിൾ ബെഡുമാണ് ഉള്ളത്. മീൻസ് 6 ഡബിൾ ബെഡ് എന്ന് പറയുമ്പോൾ 12 പേർക്ക് കിടക്കാം. പിന്നെ ഉള്ളത് 6 സിംഗിൾ ബെഡ്. അപ്പൊ 12 6 18. അപ്പൊ ടോട്ടൽ 18 കണ്ടസ്റ്റൻസ് തന്നെ ആയിരിക്കും. അതിൽ മാറ്റം വരാൻ പോകുന്നില്ല. 18 പേർക്ക് കിടക്കാനുള്ള സ്ഥലമല്ലേ ഉള്ളൂ. ഇനി അടുത്ത് ഇത്തവണത്തെ ട്വിസ്റ്റ്, കിടപ്പ് മുറികളിൽ മൈക്ക് വെച്ചിട്ടുണ്ട്. ഇനി മൈക്ക് ഊരിയുള്ള വേല ഒന്നും നടക്കത്തില്ല. അതും 7ന്റെ പണി കൊടുത്തിരിക്കുകയാണ്. മൈക്ക് വെച്ചിട്ടുണ്ട്. അപ്പം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കും. ഇനി മൊത്തം നമ്മുടെ സോഫ, ഇരിക്കാനുള്ള സോഫ 15 പേർക്ക് ഇരിക്കാനുള്ള ലെവലിലാണ് സോഫ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും റൗണ്ട് വൃത്താകൃതിയിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ കൺഫഷൻ റൂമിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ഇല്ല, പക്ഷെ കൺഫഷൻ റൂം കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളി നമ്മുടെ ലിവിംഗ് റൂമാണ്. എവിടെ നിന്ന്, ബിഗ് ബോസ് ഹൗസിന്റെ എവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ലിവിംഗ് റൂം കാണാം. അത്ര വലിയ ലിവിംഗ് റൂമാണ്. ലിവിംഗ് റൂമിൽ തന്നെ നമ്മൾ ഇരുന്നിട്ട് ഇതിന്റെ സീലിംഗിന്റെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു വലിയൊരു സംഭവമുണ്ട്. ആർട്ട് ടീം അവിടെ മികച്ച ഒരു സാധനം നിങ്ങൾക്കായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഒരു അടിപൊളി സാധനം അവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലാമ്പൊക്കെ പോലെ വന്നിട്ട് അങ്ങനെ എന്തോ ആണ്, നമുക്ക് അത് കണ്ടു തന്നെ അറിയാം. ഇനി അടുത്ത് അവിടെ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ ഒരു സിലിണ്ടർ പോലെ ചെയ്ത് വെച്ചിട്ടുള്ള സാധനമുണ്ട്, ഒരു വെഡ്ജ് മുറിച്ചിട്ടൊക്കെ. പിന്നീട് നമ്മുടെ ഈ ഇരിക്കുന്ന നമ്മൾ അവിടെ ഇരിക്കുന്ന ലാലേട്ടൻ വരുമ്പോൾ ഇരിക്കുന്ന ആ ഒരു സ്പേസ് ഇല്ലേ, അവിടെ അതിന് ചുറ്റും എന്താ പറയുക, ഈ പറയുന്ന പോലെ സ്വർണ്ണ നിറത്തിലുള്ള ചിത്രശലഭങ്ങളുടെ അലങ്കാരങ്ങളുടെ ഒരു പൂന്തോട്ടം പോലെ, മീൻസ് മൊത്തം നമ്മൾ സൂവിൽ പോയ വൈബായിരിക്കും. അപ്പോൾ അങ്ങനെയും ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഫർണിച്ചർ, സീലിംഗ് എല്ലാം കൂടുതലും മെറൂൺ കളറ്, പച്ച കളറ്, മഞ്ഞ കളറ്, ഈ നിറത്തിലാണ്. മൊത്തം ആ ഒരു നിറം ആണ് പിടിച്ചിരിക്കുന്നത്. പൂന്തോട്ടത്തില് വ്യത്യസ്ത ഫർണിച്ചറും അതുപോലെ തന്നെ കോർണർ സ്ഥലവും ഉണ്ട്. ഗോസിപ്പ് പറയാനുള്ള സ്ഥലമാണ് കോർണറും ഉണ്ട്. ഇനി നമ്മുടെ സീസൺ 7ന്റെ ജയിൽ എങ്ങനെയായിരിക്കുന്നതെന്ന് അറിയാമോ? 7 ആയിട്ട് ഏറ്റവും വലിയ ട്വിസ്റ്റ്
ജയിലിൽ ഇത്തവണ ബാത്റൂം ഇല്ല. അതെ, ടോയ്ലറ്റ് ഇല്ല. ജയിലിൽ ടോയ്ലറ്റും ഇല്ല. എന്തോ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് കഴിയേണ്ടത്. ഗൾഫിലെ ജയിലിനെയൊക്കെ പറ്റി നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? 3 അടിയേ ഉള്ളൂ, നമുക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റത്തില്ല, എല്ലാം കിട്ടും പക്ഷെ എഴുന്നേക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ കോമഡി ആയിട്ടൊക്കെ ഉള്ളതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര ബുദ്ധിമുട്ടിയായിരിക്കും ജയിലിൽ കിടക്കേണ്ടി വരുന്നത്. ചെറിയ ജയിലാണെന്നാണ് തോന്നുന്നത്. 7ന്റെ ഷേപ്പിലുള്ള ജയിലെന്നാണ് കേട്ടത്. നമുക്ക് കണ്ട് തന്നെ എന്തായാലും അറിയാം. ജയിലിനകത്ത് ഈ പറഞ്ഞ പോലെ ടോയ്ലറ്റ് ഇല്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടും. കുറച്ച് സ്ഥലം മാത്രമേ ജയിലിലുള്ളൂ. ഇനി അടുത്ത് നമ്മൾ വീട്ടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ വീട്ടിൽ മൊത്തം ഒരു കടുന്നീല കളർ നിറമുള്ള ഒരു ഇലയും അതുപോലെ തന്നെ കടുന്നീല കളറുള്ള ഇല, ആ ഇല നിറഞ്ഞ ഒരു മരം അവിടെ നിൽക്കുന്നുണ്ട്. ആ മരത്തിൽ ലൈറ്റുകളും പിടിപ്പിച്ചിട്ടുണ്ട്. അതൊരു അടിപൊളി സാധനമാണ്. ഒരു മരമുണ്ട്, മരത്തിൽ നിറച്ച് ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. വീടിന്റെ ഏറ്റവും സൂപ്പർ സാധനമായിരിക്കും അത്. നമ്മുടെ സീസൺ 15 ഹിന്ദിയിൽ ഇതുപോലൊരു സാധനമുണ്ട്. വിശ്വസുന്ദരി എന്നാണ് ആ മരത്തിന്റെ പേര്. ഈ മരത്തിനെ മോഡിഫൈ പിടിപ്പിച്ചിട്ടാണ് അതേ സെറ്റിൽ വെച്ച് അതിനുശേഷം നടന്ന സീസണാണ് നമ്മുടെ സീസൺ 4 മലയാളം. അതിനൊരു 5 കൈയില മരമൊക്കെ ആയിട്ട് വീടിനകത്ത് കൊണ്ടുവച്ചു. സെയിം മരമാണ്. അപ്പം അതുപോലെ വേറെന്തോ സാധനമാണിത്. ഇനി അടുത്ത് അവിടെയും ഈ പറയുന്ന മരത്തിൻ്റെ അവിടെയും തന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ കുറേ സാധനങ്ങൾ, കുറേ കലാപരമായിട്ടുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ എന്താ പറയുക, പൂക്കള്, വിളക്കുകൾ ഒക്കെ അവിടെയൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ തൂക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ഡൈനിങ് ഏരിയയിൽ മേശയ്ക്ക് മുകളിലായിട്ട് ചെറിയ വിളക്കുകൾ ഇങ്ങനെ തൂക്കി, പണ്ടത്തെ ലാമ്പായിരിക്കും, വിളക്കുകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ലെവലിലാണ് എന്നാണ് അറിയാൻ പറ്റിയത്. പിന്നെ ചെറിയ ആൽമരത്തിൻ്റെ ആകൃതിയിലുള്ള ഇലകൾ പോലെയാണ് ഈ പറയുന്ന അവിടെ ഡൈനിങ് ഏരിയയുടെ മുകളിലായിട്ട് ഉള്ള സാധനങ്ങൾ. അടുത്ത് കത്തിക്കുമ്പോഴത്തേക്കും ഇത് ഈ ലാമ്പുണ്ടല്ലോ, അതിൻ്റെ ചുറ്റും ലാമ്പുണ്ട്. അപ്പോൾ ലാമ്പ് കത്തിക്കുമ്പോൾ സ്വർണ്ണ നിറത്തിലുള്ള വെളിച്ചം, മീൻസ് നമ്മുടെ ഇൻകാൻഡസെന്റ് ലാമ്പിൻ്റെ ലൈറ്റ് ഉണ്ടല്ലോ, പണ്ടത്തെ ഫിലമെന്റ് ലാമ്പിൻ്റെ നിറത്തിലുള്ള സാധനമായിരിക്കും, വെട്ടമായിരിക്കും നമുക്ക് കിട്ടുന്ന. സൂപ്പർ ആയിരിക്കും. അതൊരു വിൻറ്റേജ് വൈബ് കിട്ടാനും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിൻ്റെ വൈബൊക്കെ കിട്ടും. അതൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു. എന്തായാലും സൂപ്പർ സാധനമാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ വീട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പുതിയ ജയിൽ, 7ന്റെ ഷേപ്പുള്ള ജയിൽ വരുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ പിന്നെന്താണ്, മൊത്തം തത്തകൾ, പച്ചപ്പ്. ഇതിപ്പോൾ കേട്ടിട്ട് എനിക്ക് ജംഗിൾ തീം ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ജംഗിൾ തീം ബിഗ് ബോസ് സീസൺ 15 നിങ്ങൾ പോയി കണ്ടു നോക്കുക. എൻ്റെ പൊന്നെ, മനുഷ്യൻ്റെ തലപ്പിരാന്തെടുക്കും. അതിൻ്റെ ഗ്രാൻഡ് ലോഞ്ച് എപ്പിസോഡ് കണ്ടു നോക്കണം. ഞാൻ എൻ്റെ ഗ്രാൻഡ് ലോഞ്ച് കണ്ടതാണ്. തേജസ്വി പ്രകാശ് വിന്നറായ സീസണാണ്. ഗ്രാൻഡ് ലോഞ്ച് മൊത്തം കാടാണ്. ആ വീട് മൊത്തം ഒരു കൊടുങ്കാട്ടി കയറി കഴിഞ്ഞാൽ അത് അനാവശ്യമായിട്ട് ഒന്നും കണ്ടുകൂടാ. അത് മാത്രമല്ല, ഗ്രാൻഡ് ലോഞ്ചിൽ നിന്ന് കയറ്റി വിടുമ്പോഴത്തേക്ക് ഒരു തുരങ്കമുണ്ട്. ഈ തുരങ്കത്തിലൂടെ കയറി ഇങ്ങനെ നിരങ്ങി സ്ലൈഡ് പോലെ ഇറങ്ങിയൊക്കെയാണ് ബിഗ് ബോസ് വീടിന്റെ എൻട്രൻസിൽ വരാനുള്ളത്. ഇനി അതൊക്കെ എങ്ങനെയാണെന്നൊന്നും ഒരു പിടിയൂല. എന്തായാലും സാധാരണ ഫോട്ടോസ് എപ്പോഴും വരുന്നത് ഗ്രാൻഡ് ലോഞ്ചിന്റെ അന്ന് മോർണിംഗ് ആണ് വരുന്നത് എപ്പോഴും. അപ്പോൾ ഫോട്ടോസ് വരുമ്പോൾ നമുക്ക് കൂടുതൽ ഭയങ്കര ത്രില്ലിങ്. എന്തായാലും എനിക്ക് ഭയങ്കര ഐ എം ഡാം ഷുവർ ദാറ്റ് എന്താ പറയുക, ഈ പറയുന്ന പോലെ ഒരു സൂപ്പർ സാധനമായിരിക്കാം ബിഗ് ബോസ് വീട്. അത് മാത്രമല്ല, ഇനി സ്വർഗവും നരക കിച്ചനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കിച്ചൺ ഇതിനകത്ത് ഇനി എവിടെ ആയിരിക്കും എന്നുള്ള ഒരു ഡൗട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ എൻട്രൻസിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല, കൺഫഷൻ റൂമിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ ഇനിയും അറിയാനായിട്ടുണ്ട്. അത് അറിയുന്ന വഴിക്ക് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ സ്വർഗവും നരകവും ആണെന്നുള്ളൊരു സാധനം നമ്മൾ കേട്ടിരുന്നു. അത് ഞാൻ വന്ന് നിങ്ങളോട് പറഞ്ഞതുമാണ്. ഇനി ഒരു പക്ഷേ ഇതിനെ മറച്ച് വെച്ചിരിക്കുകയാണോ എന്നറിയില്ല. ഇത് മൊത്തം ലക്ഷറിയാണ്. നോർമൽ ഹൗസ് ആണെങ്കിലും ഇത് മലയാള തനിമ കാണിക്കാനായിരിക്കും മൊത്തം പച്ചപ്പിൽ നിറച്ചത്. എന്നാലും ഇത് മൊത്തം ലക്ഷറി സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇത് മൊത്തം നമ്മൾ കണ്ടുവെച്ച് മൊത്തം ലക്ഷറി സൂപ്പർ, നമ്മുടെ കണ്ണിന് കുളിർമ വരുന്ന സാധനങ്ങളാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു നരകം മറച്ച് വല്ല ഫ്ലക്സ് ഒക്കെ വെച്ച് മറച്ചൊക്കെ വെച്ചേക്കും. തമിഴ് ബിഗ് ബോസിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. സീസൺ 7 കയറി വരുമ്പോൾ വീട്ടിൽ അടുക്കളയും കാണാനില്ല, 2 ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു വീടേ ഉള്ളൂ, ഒന്നും കാണാനൊന്നുമില്ല. മൊത്തം അവസാനം ഇവരൊക്കെ ഇങ്ങനെ ചാരി ഇരിക്കുകയാണ്. കാര്യം പറഞ്ഞ് ഇങ്ങനെ ചാരി ഇരിക്കുമ്പോഴത്തേക്കും കുറെ ക്രൂ അംഗങ്ങൾ വന്നിട്ട് ഇവരെ പിടിച്ച് മാറ്റിയിട്ട് ഇവിടെ നിന്ന് ഒരു മതിൽ പോലെ ഒരു സാധനം ഇളക്കിക്കൊണ്ടങ്ങ് പോകും. ജിപ്സം ഇളക്കിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും കൊണ്ട് വേറൊരു വീടും അപ്പുറത്തൊരു കിച്ചനും. അപ്പൊ അതുപോലത്തേക്കുള്ള സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ പൊളിക്കും. നമുക്ക് നോക്കാം, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അൺഎക്സ്പെക്ടഡ് ആണ് ബിഗ് ബോസിന്റെ കേസ് എപ്പോഴും. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വിശേഷിച്ചു. അപ്പൊ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ഫസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ പഠിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.